Finally, Samsung Galaxy S25 series launch ആകാനായിട്ട് ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ. ജനുവരി 22 രാത്രി 11:30 ഗാലക്സി അൺപാക്ഡ് എന്ന് പറഞ്ഞൊരു ഈവന്റിൽ നമുക്ക് എല്ലാവർക്കും അറിയാം ഈ ഒരു S25 സീരീസ് തന്നെയാണ് ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. ഓൾറെഡി S25 അൾട്രയുടെ ലീക്ക് ഒക്കെ വെച്ചിട്ടൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് S25 സീരീസിലുള്ള എല്ലാ ഫോണുകളുടെയും ഒരു റേറ്റ് കൂടാതെ സ്പെക്ക് എന്തൊക്കെയാണ് ഇതുവരെ അങ്ങോട്ട് ലീക്ക് ചെയ്തിട്ടുള്ള ആ എല്ലാം വെച്ചിട്ട് ഓവറോൾ S25 സീരീസ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നതാണ്. എന്തായാലും വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ ഇതുപോലുള്ള ടെക് അപ്ഡേറ്റ്സ് അതുപോലെ തന്നെ ഓഫർ അപ്ഡേറ്റ്സ് കൂടാതെ ഗാഡ്ജറ്റ്സ് അൺബോക്സിംഗ് എല്ലാം തന്നെ നമ്മുടെ ചാനലിൽ ചെയ്യുന്നതുകൊണ്ട് തന്നെ അതിനൊക്കെ ഉറപ്പായിട്ടൊന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ കൺസിഡർ ചെയ്യുക. കൂടാതെ കേസ് കവർ ഉണ്ടല്ലോ, ഇയർബഡ്സുകളുടെ കേസ് കവർ, അത് പ്രീമിയം ക്വാളിറ്റി ഉണ്ട്, നോർമൽ ക്വാളിറ്റി ഉണ്ട്, വാച്ച് സ്ട്രാപ്പുകൾ, ഫസ്റ്റ് കോപ്പി വാച്ചസ്, ഇയർബഡ്സ് എല്ലാം തന്നെ ഇൻസ്റ്റയിലുള്ള ദീപ് സ്റ്റോറിൽ വന്നാൽ അവിടെ നിങ്ങൾക്ക് വളരെ ലാഭകരമായിട്ട് മറ്റുള്ള എല്ലാ ഇ കൊമേഴ്സ് വെബ്സൈറ്റിൽ കിട്ടുന്നതിനേക്കാളും കാശ് കുറച്ച് മേടിക്കാൻ സാധിക്കും. സോ ഈ ഒരു വീഡിയോ പൂർണ്ണമായും കണ്ടതിന് ശേഷം ജസ്റ്റ് ഒന്ന് ചെക്ക് ഔട്ട് ചെയ്യുക ദീപ് സ്റ്റോർ. അപ്പോൾ ആദ്യം നമുക്ക് പ്രൈസ് റേഞ്ചിൽ തന്നെ തുടങ്ങാവേ. S25 വരുവാണെങ്കിൽ 12GB 256-ന് 84,999 രൂപയാണ്. അതേപോലെ തന്നെ 12GB 512GBക്ക് 94,999 രൂപയാണ്. അതായത് 1 ലക്ഷം രൂപ അടുപ്പിച്ച് നമ്മൾ കൊടുക്കണം S25 തന്നെ മേടിക്കണമെങ്കിൽ. S25 പ്ലസിലേക്ക് വരുവാണെങ്കിൽ 12GB 256-ന് 1,04,999 രൂപയും 12GB 512GBക്ക് 1,14,999 രൂപയ്ക്കും കാണാൻ ചാൻസ് ഉള്ളത്. ഇനി S25 അൾട്രയിലേക്ക് വരുവാണെങ്കിൽ 16GB 512-ന് 1,44,999 രൂപ, അതായത് 1,45,000 രൂപയും 16GB 1TBക്ക് 1,64,999 രൂപ, 1,65,000 രൂപയായിരിക്കും നമുക്ക് ഈ ഒരു പ്രൈസ് റേഞ്ച് ആയിട്ട് കാണാൻ സാധിക്കുന്നത്. ഇനി S25ലേക്ക് വരുവാണെങ്കിൽ ഇതുവരെയുള്ള ലീക്ക് നോക്കുവാണെങ്കിൽ Exynos 2500 പ്രോസസ്സർ ആയിരിക്കും ഇതിനകത്ത് കാണാൻ സാധിക്കുന്നത്. ഇത് തന്നെയായിരിക്കും നമ്മുടെ S25 പ്ലസിൽ പുതിയ നമ്മൾ കണ്ടുവരുന്നത്. ഇപ്പോൾ S24ലാണെങ്കിലും S24 പ്ലസിലാണെങ്കിലും സെയിം പ്രോസസ്സറാണ്. അതുപോലെ തന്നെ ആയിരിക്കും നമ്മുടെ ഈ ഒരു S25ലും S25 പ്ലസിലും ഒരു സെയിം പ്രോസസ്സർ തന്നെയായിരിക്കും ഈ ഒരു Exynos 2500. S25ൽ പിന്നെ 6.2 ഇഞ്ചിന്റെ AMOLED 2x പഞ്ച് ഹോൾ സ്ക്രീൻ ആയിരിക്കും ഉണ്ടാവുക. കൂടാതെ 6.4 mm തിക്നെസ് ആയിരിക്കും. സാംസങ് സീരീസിൽ തന്നെ ഏറ്റവും തിക്നെസ് കുറഞ്ഞിട്ടുള്ള ആ ഒരു മോഡലായിരിക്കും S25 എന്നാണ് പറയുന്നത്. അത് ക്യാമറ മൊഡ്യൂൾ കൂട്ടാണ്ടാണ്. എന്നാൽ ക്യാമറ മൊഡ്യൂൾ കൂട്ടുവാണെങ്കിൽ അത് 8.3ലേക്ക് എത്താൻ ചാൻസ് ഉണ്ട്. 50 MB ട്രിപ്പിൾ ക്യാമറയും 12 MB ഫ്രണ്ട് ക്യാമറ ആയിരിക്കും ഇതിനകത്ത് വരിക. കൂടാതെ 5000 mAh ആയിരിക്കും ബാറ്ററി കപ്പാസിറ്റി. ഇനി S25 പ്ലസിലേക്ക് വരുവാണെങ്കിൽ ഇവിടെയും ഞാൻ ഓൾറെഡി പറഞ്ഞു നമ്മുടെ Exynos 2500 പ്രോസസ്സർ ആയിരിക്കും. കൂടാതെ 50 MB പ്രൈമറി സെൻസർ ആയിരിക്കും, 12 MB അൾട്രാ വൈഡ്, 10 MB ടെലി സെൻസർ ആയിരിക്കും. ഫ്രണ്ട് ക്യാമറ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് 12 MB ആയിരിക്കും. ഇനി S25 അൾട്രയിലേക്ക് വരുവാണെങ്കിൽ ഇവിടെ 200 MP പ്രൈമറി ക്യാമറ ആയിരിക്കും. അതുപോലെ തന്നെ 50 MB പെരിസ്കോപ്പ്, 50 MB അൾട്രാ വൈഡ്, 10 MB ടെലിഫോട്ടോ ആയിരിക്കും. കൂടാതെ ഇവിടെയും ആ ഒരു തിക്നെസിന്റെ കാര്യം പറയുകയാണെങ്കിൽ 8.2 mm ആയിരിക്കും നമ്മുടെ ആ ഒരു ക്യാമറ ബമ്പ് കൂട്ടാണ്ട്. അത് ക്യാമറ ബമ്പ് ഇവിടെ കൂട്ടിയിട്ട് എത്രയാണെന്നുള്ളത് എന്തായാലും ലോഞ്ച് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാവും. കൂടാതെ ഫ്രണ്ട് ക്യാമറ എന്ന് പറയുമ്പോഴത്തേക്ക് 12 MB ആണ്. സ്നാപ്ഡ്രാഗന്റെ 8 Elite ചിപ്സെറ്റ് ആയിരിക്കും ഇതിനകത്ത് വരിക. ഞാൻ ഓൾറെഡി ആ ഒരു S25 അൾട്രേന്റെ ആ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കൂടാതെ 6.86 ഇഞ്ച് ഡൈനാമിക് LTPO AMOLED 2x QHD+ സ്ക്രീൻ ആയിരിക്കും ഇതിനകത്ത് വരിക. കൂടാതെ 45 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജർ ആയിരിക്കും ഈ ഒരു S25 അൾട്രയിൽ സപ്പോർട്ടും ചെയ്യുന്നത്. അപ്പോൾ ഇത്രയാണ് എന്തായാലും ഇതുവരെ നമുക്ക് ആ ഒരു S25 സീരീസിൽ എല്ലാത്തെയും വെച്ച് നോക്കുമ്പോഴത്തേക്ക് കാണാൻ സാധിക്കുന്ന കുറച്ച് ലീക്കായിട്ട് കിട്ടിയ കുറച്ച് കാര്യങ്ങൾ. എന്തായാലും നിങ്ങൾക്ക് ഇതിനേക്കാളും കൂടുതലായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ഉറപ്പായിട്ടും വീഡിയോയുടെ കമന്റ് ആയിട്ടുള്ളൂ. നമ്മുടെ വീഡിയോ കാണുന്ന കുറച്ച് കൂട്ടുകാർക്ക് അത് യൂസ്ഫുൾ ആവും, എനിക്കും ഇത് യൂസ്ഫുൾ ആവും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇഷ്ടം ലൈക്കായിട്ടും അഭിപ്രായങ്ങൾ കമന്റ് ആയിട്ടും കൂടാതെ നമ്മുടെ ചാനലിനൊന്ന് സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യാനൊന്ന് കൺസിഡർ ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുമ്പോഴേക്കും ബൈ.